Hey, Assalamu alaikum. I'm Saleha and welcome to my YouTube channel. അപ്പോൾ ഇന്ന് സുഹൂറിന് കറക്റ്റ് ടൈമിന് എണീക്കാൻ പറ്റി. മോളും ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്സ് ഉണ്ടാക്കാമെന്ന്. ഓട്സിൽ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു ചെറിയ പീസ് ആപ്പിളും കൂടെ. ഇവിടെ ഇപ്പോൾ സുബഹ് ബാങ്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ മുന്നോട്ടായി വരാണ്. ഇപ്പോൾ 5:30 ഒക്കെ ഉള്ളത് 5:20, പിന്നെ 5 o'clock ആയിട്ടുണ്ട്. അതുപോലെ ഈവനിങ് മഗ്‌രിബിൻ്റെ ബാങ്ക് ആണെങ്കിൽ ഒരു 5:30 ഉള്ളത് ഇപ്പോൾ 6 o'clock മാറിയിട്ടുണ്ട്. നാട്ടിലത്തെ അത്തായം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നല്ല. വീട്ടിൽ എപ്പോഴും ചോറും എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസും ചെമ്മീൻ ചമ്മന്തിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. സംടൈംസ് അതൊക്കെ മിസ് ചെയ്യാറുണ്ട്. ബട്ട് ഐ തിങ്ക് ഇങ്ങനെ ഓട്സൊക്കെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇതൊക്കെ ഈ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. നമുക്ക് ഓവർ മടുപ്പ് തോന്നൂല. അപ്പോൾ ഓട്സൊക്കെ റെഡിയായി. ഇനി ഇത് കഴിച്ച് ഞാൻ കുറച്ച് വെള്ളം കൂടെ കുടിക്കും. അപ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. പിന്നെ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഖുർആനൊക്കെ ഓതും. എന്നിട്ട് കിടന്നുറങ്ങും. ഇന്ന് നല്ല സണ്ണി ഡേ ആണ് ഇവിടെ. ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ടാണ് ആ ട്രീസിലൊക്കെ കണ്ടില്ലേ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിക്കണം. മോളിപ്പോഴും ഇവിടെ വന്നിരിക്കാറുള്ളതാണ്. അപ്പോൾ കൈയിൻ്റെ അടയാളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ലോണ്ട്രിയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ക്ലോത്ത്സൊക്കെ ഡ്രൈ ആയി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് വീട്ടിൽ നിന്നൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആക്കും. എന്നിട്ട് ലോണ്ട്രിയിലേക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോകും. അവിടെ നിന്ന് ഉണക്കിയിട്ടാണ് കൊണ്ടുവരാം. അപ്പോൾ ക്ലോത്ത്സൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുന്ന പണിയേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ബേബീസിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ മൂക്ക് ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അതിന് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബനാന, പിന്നെ ഇതൊരു ലോണ്ട്രി ലിക്വിഡാണ്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് അവക്കാഡോ വാങ്ങിയിട്ടുണ്ട്. സം ആപ്പിൾസ് ആൻഡ് പൊട്ടാറ്റോ. അപ്പോൾ ഇനി ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു 8 ബ്രെഡ്സേ എടുത്തിട്ടുള്ളൂ. ഓൾറെഡി കുറച്ച് ബ്രെഡ്സ് ഉണ്ടായിരുന്നു. അതാണ് ആദ്യം ഞാൻ എടുത്തത്. പിന്നാണ് ഇന്ന് വാങ്ങിയ പുതിയ ബ്രെഡ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള ബ്രെഡ്സ് ഭയങ്കര ചെറുതായിരുന്നു. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ആവുന്നത് നമ്മൾ ഫില്ലിങ് വെക്കാൻ ഓവർ സ്പേസ് ഉണ്ടാവില്ല ഈ ഒരു ചെറിയ ബ്രെഡ് ആകുമ്പോൾ. ബ്രെഡ് എടുത്ത് എൻ്റെ കട്ട് ചെയ്യുന്നതും ഞാൻ മാറ്റി ഒരു കുറച്ചും കൂടെ വലിയൊരു ഗ്ലാസ് വെച്ച് കട്ട് ചെയ്യാമെന്ന് വെച്ചു.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ആദ്യത്തെ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കിയതും പിന്നെ ഇത് നമ്മൾ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തതാണ് കുറച്ചും കൂടെ വലുത്. ഞാനെല്ലാം മാറ്റി വലുത് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസ് ആക്കാണ്. അപ്പം ബ്രെഡ് പോക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ബാക്കി ഭാഗം കൊണ്ടാണ് ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് 2 ബോക്സ് ബ്രെഡ് ക്രംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മോളുടെ ഫുഡാണ്. റൈസും മൂങ് ദാലും ക്യാരറ്റും കൂടെ ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചതാണ്. പിന്നെ ഇത് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇത് ഞാൻ എന്നിട്ട് ഇങ്ങനത്തെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഒരു 3 ഡേയ്സിലേക്കൊക്കെ ഇത് മതി. പിന്നെ മോൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതൊരു പാത്രത്തിലിട്ട് ചൂടാക്കി ഇതിലേക്ക് ഗീയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഇഫ്താറിന് ഞാൻ ബ്രെഡ് പോക്കറ്റും അതുപോലെ തന്നെ ബ്രെഡ് പൊരിച്ചതും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചതാണ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് എടുത്ത് അതിലേക്ക് ഗ്രീൻ ചില്ലും പിന്നെ കറിവേപ്പില ഇടാണ്. പിന്നെ ഉള്ളിയും കൂടി ഇടാം, പക്ഷെ എനിക്ക് ഓനിയൻ കട്ട് ചെയ്യാൻ മടിയായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഞാനിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യാണ്.
ഇതിൻ്റെ സ്വീറ്റ് വേർഷനും ആക്കലുണ്ട്, പക്ഷെ എനിക്ക് ഈ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചതാണ് ഇഷ്ടം. എനിക്കും ഹസ്ബൻഡിനും അത് തന്നെയാണ് ഇഷ്ടം. ബ്രെഡൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കണം. യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 2 ബ്രെഡും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബ്രെഡ് ഇതേപോലെ എഗ്ഗിലും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യുമ്പോൾ അത് സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ്സും ഇതേപോലെ എഗ്ഗിൽ കോട്ട് ചെയ്യാം, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം, എന്നിട്ട് റെഡിയാക്കി വെക്കാം. ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ബ്രെഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യണം. പിന്നെ ഇത് ബ്രെഡ് പോക്കറ്റിലേക്ക് വേണ്ടിയ ഫില്ലിംഗ് ആണ്. ഞാൻ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സോൾട്ട് ആൻഡ് പെപ്പർ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഇതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് ചിക്കന്, കുക്ക് ചെയ്ത ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തതാണ്. പിന്നെ ഫ്രൈ ചെയ്ത ബ്രെഡ് ഇതുപോലെ ഹാഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോക്കറ്റിലേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ചില വീഡിയോസിൽ ഞാൻ കണ്ടതെന്താ വെച്ചാൽ ഫില്ലിങ്ങിൽ മയോണൈസ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ്
ഇങ്ങനെ ബ്രെഡ് പോക്കറ്റിൽ വെക്കണത്. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഞാനതിന് പകരം ഇത് കഴിക്കുമ്പോൾ മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിലേക്കുള്ള സ്നാക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും ഡിഷ് വാഷറിലേക്ക് വെച്ചിട്ട് ഓണാക്കുന്നുണ്ട്. നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഖുർആൻ ഓതും. അത് കഴിഞ്ഞാൽ മോക്ക് ഫുഡ് കൊടുക്കും. പിന്നെ ഒരു 9-9:30 ആകുമ്പോഴാണ് ഞാനും ഹസ്ബൻഡും മുത്തായം കഴിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മോൾ ഉറങ്ങാണ്. അപ്പോഴാണ് ഞാൻ ലോണ്ട്രിയിൽ നിന്ന് ഡ്രൈ ആക്കി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുന്നത്. പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. പിന്നെ ഹാൻഡിലും നെക്കിലും ഈ ഒരു ബാത്ത് ആൻഡ് ബോഡിൻ്റെ ലോഷൻ അപ്ലൈ ചെയ്യും. പിന്നെ ലിപ് ബാം ഇടും. പിന്നെ ഹാൻഡ് ക്രീം അപ്ലൈ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.